നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ കരുതുന്നതിനുമെല്ലാം വളരെയേറെ അപ്പുറമാണ് ഇറാന്റെ ശക്തി എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ആരൊക്കെ ഇറാനെ എതിർത്താലും അവർക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കാനുള്ള കെൽപ്പ് ഇപ്പോൾ ഇറാൻ ഉണ്ട് എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു കാര്യം. പിന്നെ ഉപരോധങ്ങളുമായി ഇറാനെതിരെ തിരിയുന്നത് ഇറാനെ തളർത്താനല്ല, മറിച്ച് ഇറാൻ ഒന്ന് അനങ്ങിയാൽ പണി കിട്ടും എന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതേസമയം ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഖത്തറിലെ ചർച്ചകൾ പുരോഗമിക്കുക തന്നെയാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നവരെ തുർക്കി, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലസ്തീനിയൻ തടവുകാരെ എത്രയും വേഗം മോചിപ്പിക്കണം എന്നതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം. ഹമാസിന്റെ പ്രധാന ശക്തി ഇറാൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരും ഇറാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഇറാന്റെ ആണവ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങൾക്ക് അയവ് വരുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആണവോർജവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ജനുവരി 13 നടന്നത്. ഇറാനും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരടങ്ങുന്ന മൂന്ന് യൂറോപ്യൻ ശക്തികളും തമ്മിൽ കഴിഞ്ഞ വർഷം ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ബാക്കിയായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. അമേരിക്കയിൽ ഭരണമാറ്റം നടക്കുന്ന ഈ സമയത്ത് ഈ കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയാണ്. 2015 ഇറാൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒരു സുപ്രധാന ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ചില നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. 2018 അമേരിക്ക കരാറിൽ നിന്ന് തങ്ങളുടെ സാന്നിധ്യം പിൻവലിച്ചതിനു ശേഷം ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്ന സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി അനിശ്ചിതത്തിൽ തന്നെ തുടരുകയാണ്. കരാർ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് യൂറോപ്യൻ സഖ്യം ശ്രമിക്കുന്നത്. നിലവിലെ ചർച്ചകൾ വിജയകരമായി നടക്കുകയാണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്താൻ ഇറാന് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. സൈനിക നടപടികളും ആക്രമണങ്ങളും ഒഴിവാക്കി സമാധാനത്തിലൂടെ ഒരു സമവായത്തിലെത്താനാണ് ഇപ്പോൾ ഇരു വിഭാഗങ്ങളും ശ്രമിക്കുന്നത്. ഹമാസിനെ പോലെ തന്നെ ഇറാന്റെ ശക്തിയെക്കുറിച്ചും ഇസ്രയേലിന് ഇപ്പോൾ ശരിക്കും ബോധ്യം വന്നിരിക്കുകയാണ്. ഒറ്റയടിക്കൊരു പടയൊരുക്കത്തിന് ഗാസയിലേക്കോ ഇറാനിലേക്കോ ഇസ്രയേൽ ഇനി കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇസ്രയേൽ നയങ്ങൾക്കെതിരെ അടിപതറാതെ നിലകൊണ്ട യഹ്യ സിൻവറിന്റെ മരണത്തിനു ശേഷം ഇസ്രയേലിനെതിരെ പോരാടാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യഹ്യയുടെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ആണ് എന്ന റിപ്പോർട്ടുകളും ഇറാൻ മാധ്യമമായ പ്രസ് ടിവി പുറത്തുവിട്ടിട്ടുണ്ട്. മുഹമ്മദിന്റെ കമാൻഡർഷിപ്പിന് കീഴിൽ ആയിരക്കണക്കിന് പോരാളികളാണ് ഹമാസിനെ നയിക്കാൻ എത്തിയിരിക്കുന്നത് എന്നും പറയുന്നു. ആക്രമണത്തിനെത്തുന്ന ഇസ്രയേൽ സേനയെ തറപറ്റിക്കുക എന്നത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. ഹമാസ് ഒരു പാർട്ടിയാണ് എന്നും അത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നിയതാണ് എന്നും ഇസ്രയേൽ ചാനലായ ചാനൽ 13 നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഇത് ഇസ്രയേലിന് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹമാസിനെ തൊട്ടാൽ ഇറാൻ, യമൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രയേലിനെ വളയുമെന്ന ഭയമാണ് ഇസ്രയേലിന് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, തന്ത്രപ്രധാനമായ ജോർദാൻ താഴ്വര, അഫുല്ല പ്രദേശം, ബേത് ഷിയാൻ നഗരം എന്നിവിടങ്ങളിലേക്ക് യമൻ സായുധ സേന മിസൈൽ വിക്ഷേപിച്ച് ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രയേലിന്റെ ബെൻഗൂറിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നും ഇൻകമിംഗ് വിമാനങ്ങൾ ബദൽ സ്ഥലങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്തുവെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെങ്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉയർത്തിവരുന്നതും. ടെലവീവ് ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളെല്ലാം ഇന്നലെയും മിനിയാന്നുമായി നടത്തിയിട്ടുണ്ട്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, 2000 കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ ഇവയെല്ലാമാണ് യമന്റെ ആയുധപ്പുരയിലും ഉള്ളത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് യമൻ സായുധ സേനയുടെ തീരുമാനം. യമൻ മാത്രമല്ല, ഇസ്രയേൽ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ഭയക്കുന്ന ഒരു എതിരാളി ഇറാൻ ആണെന്നത് നിസ്സംശയം പറയാം. നേരത്തെ തന്നെ ഇറാന്റെ ശക്തിയുടെ പ്രഹരം പലവട്ടം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇസ്രയേൽ. ഇസ്രയേലിനെതിരെ ഇപ്പോൾ കൂടുതൽ ശക്തിയാർജിച്ചു വരികയാണ് ഇറാൻ. ഇറാനിയൻ ആർമിയുടെ കോംബാറ്റ് ഓർഗനൈസേഷനിൽ 1000-ഓളം തന്ത്രപ്രധാനമായ സ്റ്റെൽത്ത്, ആന്റി ഫോർട്ടിഫിക്കേഷൻ, ആളില്ലാ വിമാനങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയതായി
അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർമി ഫോർ കോർഡിനേഷൻ ഡെപ്യൂട്ടി ചീഫ് റിയർ അഡ്മിറൽ ഹിബീബുള്ള സയാരി. കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയുടെ ഉത്തരവനുസരിച്ചാണ് സൈന്യത്തെ വീണ്ടും ഇറാൻ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദെ, കര, വ്യോമ, നാവികസേനയുടെ കമാൻഡർമാർ എന്നിവർ ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. വിമാനത്തിന് 2000 കിലോമീറ്ററിലധികം, അതായത് 1242 മൈൽ ദൂരമെത്താനുള്ള ശേഷിയും ഉണ്ട്. ഇതുകൂടാതെ റഡാർ ക്രോസ് സെക്ഷൻ ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇസ്രയേൽ കരുതുന്നതിലും അപ്പുറമാണ് ഇറാന്റെ ശക്തി എന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഹമാസിനെ പോലെ തന്നെ ഇറാന്റെ തീവ്രതയെയും ഇസ്രയേൽ ഇനി വെറുതെ അളക്കാൻ പാടില്ല. അതറിയുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്കൊരു പടയൊരുക്കത്തിന് ഗാസയിലേക്കും ഇസ്രയേൽ ഇനി കടക്കില്ല. കാരണം ഗാസയ്ക്ക് എന്നും ഒരു തണലായി ഇറാന്റെ കൈകൾ എപ്പോഴും ഉണ്ട് എന്നത് തന്നെ. ഇങ്ങനെ കടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഇസ്രയേലിന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയും വന്നിട്ടുണ്ട്. ശത്രുക്കളുടെ അറിവുകൾക്ക് അതീതമായി ഇറാന്റെ കൈവശം അജ്ഞാതമായ നിരവധി ആയുധ ശേഖരം ഉള്ളതായാണ് ഇറാൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റെസ അഷ്തിയാനി തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ശത്രുവിന് അവയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ ആയുധങ്ങളിൽ ചിലത് ഞങ്ങൾ ഉടനടി പരീക്ഷിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വിവിധ മേഖലകളിൽ തങ്ങളുടെ പോരാട്ട ശക്തി മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമായി ഇറാനിയൻ സായുധ സേന നിരന്തരം പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. മേഖലയിലെ എല്ലാ സംഭവവികാസങ്ങളും ഇറാൻ സായുധ സേനയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ വിജയം കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ. ഇക്കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ നൽകിയിട്ടുണ്ട് എന്നും അതിൽ ഗാസയിൽ വെടിനിർത്തലും ബന്ദി ഇടപാടും ഉൾപ്പെടുന്നുണ്ട് എന്നും സള്ളിവൻ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ചാനൽ 12 ദോഹയിലെ സംഭവവികാസങ്ങളെ നാടകീയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഹമാസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായാണ് സൂചന. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20-ന് സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്നെ കരാർ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷവും തയ്യാറാണെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതേസമയം കരാർ അംഗീകരിക്കാൻ ഹമാസ് തലവനോട് ഖത്തറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ പ്രതിനിധികളോടും കരാർ അംഗീകരിക്കാനായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ആവശ്യപ്പെട്ടതായാണ് വിവരം. വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽത്താനി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഖലീൽ അൽ ഹയ്യയെ സമീപിച്ചതായാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ വെടിനിർത്തൽ നടപടിയെ പിന്തുണച്ച് അങ്കാറയുടെ ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം കാലിനും ഹമാസുമായി ഫോൺ സംഭാഷണം നടത്തിയതായി തുർക്കി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ വെടിനിർത്തൽ നടത്തേണ്ടതും താൽക്കാലിക സമാധാനം കൈവരിക്കേണ്ടതും ഇസ്രയേലിന്റെ കൂടി ആവശ്യമായിട്ടും വന്നിട്ടുണ്ട്. കാരണം ഇസ്രയേലിന്റെ ബലം ഏറെക്കുറെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആയുധബലവും അമേരിക്കയുടെ പിന്തുണയും മാത്രം കൊണ്ടായില്ല. ഹമാസിനെതിരെ ആയുധമെടുത്താൽ 4 ഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങളെ അങ്ങനെ ഒറ്റയടിക്ക് പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഇസ്രയേലിന് ഇപ്പോൾ കൃത്യമായി തന്നെ അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമേ ഇസ്രയേൽ ഇനി മുന്നോട്ട് ഒരടി വെക്കുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മലയാളി വാർത്ത ഇൻസൈഡ്.